السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അള്ളാഹു നമ്മെ അവരെയും അവരിഷ്ടപ്പെടുന്ന അടിയവരകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകി അള്ളാഹു നമ്മയും നമ്മളോട് ബന്ധമുള്ളവരെയും നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കേണ്ട എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ അടിമകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ സൃഷ്ടികളും തമ്മിലുള്ള അണമുറിയാത്ത ബന്ധമാണ് ആരാധനയിലൂടെ ഇബാദത്തിലൂടെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവുമായി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബന്ധം റബ്ബിൻ്റെ പ്രതാപത്തെയും അവൻ്റെ ശക്തിവിശേഷങ്ങളെയും മനസ്സിലാക്കി ആ റബ്ബിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി മാനിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളെ എല്ലാ അർത്ഥത്തിലും ഉപേക്ഷിക്കുകയും ചെയ്ത് റബ്ബിലേക്ക് അടുപ്പം പ്രാപിക്കുമ്പോഴാണ് സാധ്യമാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആരാധനയിലൂടെ റബ്ബിനെ പ്രണയിച്ച് അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് അവരുടെ ഭൗതികമായ താല്പര്യങ്ങളെല്ലാം റബ്ബിൻ്റെ ഇഷ്ടാനുസരണങ്ങൾക്ക് വിധേയമായി മാത്രമേ അവർ തിരഞ്ഞെടുക്കൂ. ഇങ്ങനെ പറയാൻ കാരണം അല്ലാഹുവിനെ നിഷേധിക്കുന്നവരല്ല ഭൂരിപക്ഷം ജനങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാവുമ്പോൾ അള്ളാഹുവിനെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷെ നമ്മൾ കണ്ടുവരുന്ന ചില മുസ്ലിങ്ങളൊക്കെ ആ ഒരു വിശ്വാസം അവരെ വേണ്ട വിധം സ്വാധീനിക്കാത്തതുപോലെ നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഭൗതികമായ താല്പര്യങ്ങൾക്ക് അവർ വലിയ പ്രാധാന്യം നൽകുന്നത്. പക്ഷെ അവരൊന്നും അള്ളാഹുവിനെ നിഷേധിക്കണില്ല. റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ മോഹങ്ങളും താല്പര്യങ്ങളും ദുന്യാവുമായി കെട്ടുപെട്ട് നിൽക്കുമ്പോൾ അവരതിന് പ്രാധാന്യം കൊടുക്കുന്നതാണെന്ന് കണ്ടുവരുന്നത്. കാരണങ്ങൾ പലതും ഉണ്ടാവും. വിനോദമാവാം, രാഷ്ട്രീയമാവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആനന്ദമാകാം. അപ്പൊ അള്ളാഹുവിനെ അവര് ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നു. പക്ഷെ അതോടൊപ്പം ഭൗതികമായ താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി റബ്ബിനെ മറന്നതുപോലെ അവർ ജീവിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമാണ് ചില ആനന്ദങ്ങൾ ലഭിക്കുമ്പോൾ, സന്തോഷം ലഭിക്കുമ്പോൾ, രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിലും വിജയം നേടുമ്പോൾ റബ്ബിനെയും അവൻ്റെ രീതികളെയും മറക്കുന്നത്. അവൻ്റെ വിലക്കുകളെ നിഷേധിച്ച് അവരെ വിലക്കുകളെ പൂർണ്ണമായി മാറ്റിവെക്കേണ്ടതിന് പകരം പലപ്പോഴും അതൊരു വിഷയമല്ല എന്ന രീതിയിലേക്ക് മാറുന്നു. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും മുന്നം വെച്ചല്ല പറയണത്. നമ്മളൊക്കെ അറിയുന്നത് പോലെ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ചേർന്നുള്ള ഡാൻസ് കളി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിജയം ആഘോഷിക്കണ്ടേ? വേണം. വിശ്വാസിയുടെ ഏത് നിമിഷത്തെയും മതത്തിന്റെ താല്പര്യങ്ങൾ സമ്പൂർണമായി നിയന്ത്രിച്ചിരിക്കണം. അപ്പോൾ ആണും പെണ്ണും കൂടിച്ചേരുന്നതിന്റെ മതത്തിന്റെ നിയമം എന്താണ്? അത് പെണ്ണിന് മാത്രമുള്ള വിലക്കെന്ന് പറയരുത്. ആണ് പെണ്ണിനോട് ചേരുന്നതും മറിച്ചും ഒരേ പ്രകാരം. അപ്പൊ നമ്മളൊരു പ്രൊഫഷൻ ഇതാണ്, അതുകൊണ്ടെല്ലാം പറ്റുമെന്ന രീതിയിലേക്ക് മതത്തിന്റെ നിയമങ്ങളെ, പ്രത്യേകിച്ച് വിലക്കുകളെ ലളിതവൽക്കരിക്കുന്നിടത്ത് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും ആ റബ്ബിനെ വേണ്ട വിധം ഉൾക്കൊള്ളുന്നില്ല എന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനം മാറുന്നു. മുമ്പ് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്. വിദായത്തുൽ ഹിദായ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിദ്ധമായ ലഘുഗ്രന്ഥത്തിലെ 2ാം പാർട്ടാകുന്ന തസൗഫിനെ കുറിച്ച് പറയുന്നിടത്ത് ആമുഖമായി മഹാനുഭാവൻ പറയുന്നത് ആരാധനകൾ പോലെയുള്ള കൽപ്പനകൾ പാലിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം, ആരാധനകൾ ചെയ്യും, നിസ്കരിക്കും, അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കും, ഇതിനേക്കാൾ പ്രാധാന്യം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ്, വിരോധങ്ങളെ മാനിക്കലാണ് എന്ന്. കാരണം ആരാധന ചിലപ്പോ ഒരു ഒഴുക്കിലങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നല്ല ഇഖ്ലാസിൽ തന്നെ നടത്തിയെന്നും വരും. പക്ഷേ മനുഷ്യനെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ പ്രലോഭനങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ റബ്ബിനോടുള്ള നല്ല വിശ്വാസവും മഹബത്തും നമ്മിലുണ്ടാകണം. കേവലം വിശ്വാസം പോലെ ആ മഹബത്തിലേക്ക്, ആ കഠിനമായ യഖീനിയായ വിശ്വാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സമ്പൂർണമായി വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റും. ആണും പെണ്ണും ചേർന്ന് ഡാൻസ് ചെയ്യുക, അന്യ സ്ത്രീ പുരുഷന്മാർ വിജയാഘോഷത്തിന്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ ലെഫ്റ്റ് കാല് പൊക്കുമ്പോൾ മറ്റേയാൾ റൈറ്റ് കാല് പൊക്കിയിട്ട് ചേർന്ന് നിൽക്കുക.
കൈ പിടിച്ചിട്ട് വട്ടം കറങ്ങുക, വിജയിച്ച സ്ഥാനാർത്ഥിയെ സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആലിംഗനം ചെയ്യുക, മുത്തുക, കൈ കൊടുക്കുക. പച്ചക്ക് മതം വിരോധിച്ച കാര്യങ്ങളെല്ലാം എന്തിന്റെ പേരിലാണെങ്കിലും ഏത് പ്രസ്ഥാനം ചെയ്താലും, പ്രസ്ഥാനമല്ല വ്യക്തികൾ ചെയ്താലും, അതവരുടെ ദൈവവിശ്വാസത്തിന്റെ അപൂർണതയെ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് പറയാതെ വയ്യ. നമ്മളൊരു ഏതൊരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. സ്വാഭാവികമായും കുറെ സ്ത്രീ സ്റ്റാഫുകളുണ്ട്. ഇത് നമ്മുടെ സഹപ്രവർത്തകകളാണ് എന്ന് കരുതിയിട്ട് അവരോടുള്ള ഡീലിങ്ങിൽ മതം നമ്മൾ മാനിക്കേണ്ടതില്ലേ? സ്ത്രീകളുടെ മാത്രമല്ല ഈ വിഷയം, പുരുഷന്മാർ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അവരാണ് കൂടുതലായി പുറം ലോകത്തുണ്ടാവുക. നമ്മുടെ സ്റ്റാഫാണ്, നമ്മളോടൊപ്പമുള്ള സഹപ്രവർത്തകയാണ്. അതുകൊണ്ട് അവരോട് ഏത് നിമിഷവും സംസാരിച്ചിരിക്കാം എന്ന് മതം അനുവദിക്കുന്നുണ്ടോ? ഒരു അധ്യാപകനും ഒരു അധ്യാപികയും സ്റ്റാഫ് റൂമിൽ ഒരുമിച്ച് കൂടുക ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത പീരീഡിനുള്ള പ്രിപ്പയർ ചെയ്യുക പോലെയുള്ള നല്ല കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് പരസ്പരം ശൃംഖരിക്കുന്ന തലത്തിലേക്ക് അത് മാറിയാൽ ഭൗതികമായി അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആവുമ്പോഴേ ഒരു ജനറലായി മാറുള്ളൂ. അല്ലെങ്കിൽ താലിബാന്റെ പേര് വരും. വിദ്യാർത്ഥികൾ തന്നെയും അത്തരം അധ്യാപകർക്ക് മൊല്ലാക്കാന്ന് പേരിട്ട് വിളിക്കും. അനുഭവങ്ങളാണ് ഈ പറയുന്നത്. പക്ഷെ നമ്മുടെ മതത്തെക്കുറിച്ചും നമ്മുടെ ആരാധനകളെക്കുറിച്ചും ജീവിതം ഏത് വിധമാവണമെന്നതിനെ കുറിച്ചും വ്യക്തിപരമായി നമുക്കൊരു നിഷ്ഠ വേണ്ട. അതില്ലാതാകുമ്പോൾ മതം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഉൾക്കൊണ്ട വിധത്തിലേക്ക് ആവില്ല എന്നത് കട്ടായം. അതെന്തിന്റെ പേരിലാണെങ്കിലും കേട്ടോ, ഇതിന്റെ പ്രൊഫഷനാന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ തന്നെ ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളില്ലേ. പിന്നെ അത് പ്രായോഗികമല്ലാന്ന് ഇങ്ങനെ നമ്മൾ പറയല്ലേ. ചില ആളുകൾക്ക് പുതിയ കാലല്ലേ എന്നാ ഇപ്പം ഇങ്ങനൊക്കെ വേണം എന്നുള്ളതാണ്. ആര് പറഞ്ഞു? പുതിയ കാലത്തിന് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന്റെ ഒന്നാമൻ ആരാണ്? പല വീക്ഷണങ്ങളും കാണാം. എല്ലാ വീക്ഷണങ്ങളെയും അംഗീകരിക്കുന്നില്ല നമ്മൾ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഒന്നാമത്തെ മനുഷ്യൻ. ഇനി ഏത് വീക്ഷണം പറഞ്ഞാലും മനുഷ്യന്റെ ഒന്നാം കണ്ണി മുതൽ ഈ ആധുനാധുന കാലത്തുള്ള നമ്മളും നമ്മുടെ ശേഷമുള്ളവരും മൊത്തം പരിശോധിച്ചാൽ എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ ഒന്നാണ്. അത് 12 കാര്യങ്ങളായിട്ട് പല സൈക്കാട്രിസ്റ്റുകളും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. 13ാമത്തൊന്ന് അല്ലെങ്കിൽ 13 കഴിഞ്ഞിട്ട് ഒരു അര വരില്ലെന്നാണ് പഠനങ്ങൾ. ഞാനത് വിസ്തരിച്ച് പറയാനല്ല എൻ്റെ ലക്ഷ്യം. ഇന്ന് മറ്റൊരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ ഒന്നാണ്. പിന്നെ അതിൻ്റെതായ ഉപകരണങ്ങളും രീതികളും മാറും, ആധുനികതയ്ക്കനുസരിച്ച് മാറും. ഇപ്പോ ഒരു വിനോദം എന്നത് എല്ലാ മനുഷ്യരും കൊതിക്കുന്ന ഒരു സംഗതിയാണ്. ഈ വിനോദം പണ്ടുള്ളത് പോലെ ആവൂല ഇപ്പോഴത്. ഭക്ഷണം എല്ലാ മനുഷ്യനും ആവശ്യമാണ്. പണ്ട് കഴിച്ച ഭക്ഷണം ആയിരിക്കൂല എന്ന് കഴിക്കുന്നത്. വെള്ളം എല്ലാവർക്കും ആവശ്യമാണ്. അന്ന് മുതൽ ഇതുവരെയുള്ള എല്ലാ മനുഷ്യരും വെള്ളം ആവശ്യമുള്ളവരാണ്. പക്ഷെ അന്ന് കുടിക്കുന്ന വെള്ളം തന്നെ ആവണമെന്നില്ല ഇന്ന് കുടിക്കുന്നത്. അതാണ് ഉപകരണങ്ങളിലും വസ്തുക്കളിലും ഒക്കെ മാറ്റം വരാമെങ്കിലും മനുഷ്യരുടെ ഒന്നാമൻ മുതൽ അവസാനം വരെയുള്ളവർ വരെയും അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒന്നാണ്. ഇതെന്തിനാ നമ്മൾ പറയണത്? ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നിടത്ത് ധാർമ്മികത പുലർത്താനും സത്യസന്ധത പുലർത്താനും അത് മനുഷ്യന് പരലോകത്ത് വലിയ പരാജയം നൽകാതിരിക്കാനുമുള്ള ശ്രദ്ധയുടെ പേരാണ് മതം. ലളിതമായി പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നിടത്തേക്ക് മതം മാനിക്കണ്ടേ? സമ്പൂർണമായി വേണം. അതിനാണ് അതത് കാലങ്ങളിൽ പ്രവാചകന്മാർ വന്നത്. അങ്ങനൊരു ചർച്ചയുണ്ടല്ലോ നമ്മുടെ സഹോദരങ്ങളെ വഴിതെറ്റിക്കാൻ. ഏതോ കാലത്ത് രൂപപ്പെട്ടൊരു ഗ്രന്ഥം ആ കാലത്തേക്ക് എത്രമാത്രം അത് ഗുണപ്രദമായിരുന്നു എന്ന് അംഗീകരിച്ചാലും ഈ മാറിക്കൊണ്ടേയിരിക്കുന്ന ആധുനിക കാലത്ത് അതെങ്ങനെയാണ് പരിഹാരമാവുക എന്നൊരു ചോദ്യമുണ്ട്. മതം മാറ്റമില്ലാത്തതാണ്. മതത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളിൽ ഒരു മാറ്റവും വരാൻ പറ്റില്ല, വരുത്താനും പറ്റില്ല. പക്ഷെ ലോകം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ദിനം പ്രതി എന്നല്ല, മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കും അത് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. മാറാത്ത മതം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് എങ്ങനെയാണ് പരിഹാരം എന്നാണ് നമ്മുടെ ചെറുപ്പക്കാരെ വസ്വാസിലാക്കാൻ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പൂർണമായി പരിഹാരമാണ്. ഏതു നൂറ്റാണ്ടിൽ പറന്നാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ 6ാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞൊരു നൂറ്റാണ്ടിനെ പിന്നിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. സത്യത്തിൽ ഖുർആൻ അവതരിക്കുന്നത് 7ാം നൂറ്റാണ്ടിലാണ്. ഖുർആൻ അവതരിക്കുന്നത് 7ാം നൂറ്റാണ്ടിലാണ്.
പക്ഷെ 6-ാം നൂറ്റാണ്ട് പറഞ്ഞ ഒരു നൂറ്റാണ്ടും കൂടി പഴകി കിട്ടിയാൽ അത്രക്കും എന്തോ ഒരു ഗുണം കിട്ടിയ പോലെയാണ് ഈ മതവിരുദ്ധരൊക്കെ ഇത് അവതരിപ്പിക്കൽ. 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഏത് നൂറ്റാണ്ടിലാണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനമാണോ മനുഷ്യനെ പടച്ച, ലോകത്തെ പടച്ച സർവ്വകാലങ്ങളെയും കുറിച്ച് ഒരുപോലെ അറിയുന്ന, അതാണല്ലോ റബ്ബിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഏത് കാലത്തെ കുറിച്ചും കൃത്യമായി ഒരുപോലെ അറിയും. നമുക്ക് നമ്മുടെ ഈ ഒരു വർത്തമാനത്തെ കുറിച്ച് അറിയും, ഇത്തിരിയൊക്കെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചും അറിയാൻ മതി. പക്ഷെ ഭാവിയിൽ എന്ത് സംഭവിക്കും നമുക്ക് നിഗമനം നടത്താൻ പോലും പറ്റൂല. പലപ്പോഴും എല്ലാം അറിയുന്ന റബ്ബ് തീരുമാനിച്ച നിയമങ്ങൾ, അതിലൊരു മാറ്റവും വരില്ല. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, കൊല ചെയ്യരുത് എന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അത് ഏത് മാറ്റം ലോകത്ത് വന്നാലും അതങ്ങനെ തന്നെ അടിസ്ഥാനപരമായി നിയമമായി നിലനിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള കൊല ചെയ്യൽ ചിലപ്പോൾ കത്തി ഉപയോഗിച്ച് കുത്തലായിരിക്കും, ഇപ്പോ ലേസർ ഗണ്ണ് വെടിവെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സൈനൈഡ് കലക്കി കൊടുക്കുന്നതായിരിക്കും. രീതി മാറി. കൊലപാതകം എന്ന സംഗതി അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. മനുഷ്യനെ ഉപദ്രവിക്കരുത്, അത് പുതിയ കാലത്ത് ഉപദ്രവത്തിന്റെ രീതി മാറുമായിരിക്കും. പക്ഷെ ഉപദ്രവിക്കരുത് എന്ന അടിസ്ഥാനപരമായ കാര്യം എന്നും ഒരേപോലെയാണ്. ഇவ்விധം നമ്മൾ ആലോചിക്കുമ്പോൾ ഏത് കാലത്തേക്കും പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ദീൻ പ്രസക്തമാണ്. അതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കുഞ്ഞു വൈകല്യം ആരോപിക്കാൻ പോലും ലോകത്തുള്ള സർവ്വ വിമർശകരും ഒന്നിച്ചു ചേർന്നാലും സാധ്യമല്ല. ഇത് കേവലം അവകാശവാദമല്ല, ഇതാണ് വസ്തുത. അങ്ങനെ വരുമ്പോ റബ്ബിന്റെ തീരുമാനങ്ങൾ ഏതൊക്കെ വിധം മാനിക്കണം ആ രീതിയിലൊക്കെ പാലിക്കേണ്ടവരാണ് വിശ്വാസികൾ. അത് ഞങ്ങളുടെ പ്രൊഫഷനാന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്റി വെക്കാൻ പറ്റൂല. അപ്പോഴാണ് റബ്ബിനെ സമ്പൂർണമായി ഇബാദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ തന്നെ വസ്വാസിലാക്കാനുള്ള മറ്റു ചില പ്രയത്നങ്ങളും വളരെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടത് റബ്ബിനെ എന്തിനാ നമ്മൾ ഇങ്ങനെ ആരാധിക്കുന്നു കഷ്ടപ്പെട്ടിട്ട് എന്നുള്ളതാണ്. നമ്മൾ എന്തിനാ ഈ റബ്ബിനെ എങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു സർവശക്തനാണ്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. പിന്നെ നമ്മുടെ ഇബാദത്ത് റബ്ബിന് എന്തിനാണ്? നമ്മൾ കഷ്ടപ്പെടുക, ജോലിക്കിടയിൽ നിന്ന് ബുദ്ധിമുട്ടി വരിക, എന്നിട്ട് ഒതു കൊടുക്കുക, നജസുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റുക, അങ്ങനെ നിസ്കരിക്കുക. ഇതെന്തിനാണ്? ചില വിശ്വാസികൾ അതാണ് സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ അങ്ങനെ പ്രത്യേകിച്ച് നിർണിതമായൊരു ഇബാദത്തൊന്നും ഇല്ല എന്ന് പറയുന്നത്. ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കുറിച്ച് നമുക്കറിയാം. അതിപ്പോ എവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പൊതുവെ ആർക്കും അറിയില്ല, എവിടെയെന്നറിയില്ല. അദ്ദേഹം ആരാധന കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് 3 വക്ത് മദീനി നിസ്കാരം എന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ 3 വക്തിലും ഓരോ റക്അത്ത് മതി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ. ഈ ബുദ്ധിമുട്ടോർത്ത് നിസ്കരിക്കാത്തവർക്കും നിസ്കരിച്ച് ബുദ്ധിമുട്ടായവർക്കുള്ള ഒരു പരിഹാരമാണ്. ഈ 5 വക്ത് നിസ്കരിച്ച് ബുദ്ധിമുട്ടായ ആളുകൾക്ക് ഒരു പരിഹാരം 3 വക്ത് മതി, അതൊക്കെ ഓരോ റക്അത്ത് മതി. ഖുർആൻ മാത്രമേ സ്വീകരിക്കൂ. ഹദീസ് ഒരിക്കലും മാനിക്കില്ല എന്നാണ് അവരുടെ നിഷ്ഠ. നമ്മളതിന് മുമ്പ് സംസാരിച്ചതാണ്. ഖുർആൻ അംഗീകരിക്കുന്ന ഒരുത്തന് ഹദീസ് അംഗീകരിക്കാതെ വയ്യ. ഖുർആനിൽ ചുരുങ്ങിയത് 25 വാക്കുകൊണ്ടെങ്കിലും ആയത്തുകൊണ്ടെങ്കിലും ഈ ഒരു കാര്യം നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. ഖുർആൻ അംഗീകരിക്കുന്ന ഒരാൾക്ക് ഹദീസ് സ്വീകരിക്കാതെ വയ്യ. ഖുർആനിൽ നിരവധിയായ സൂക്തങ്ങൾ അത് തെളിയിക്കുന്നു. സൂറത്തുൽ അൽ-അഹ്സാബിന്റെ 36-ാമത്തെ വാക്യം മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് വിരുദ്ധമായ മറ്റൊന്ന് തീരുമാനിക്കാൻ വിശ്വാസിയായ ആണിനും പെണ്ണിനും പാടില്ല. അള്ളാഹുവിന്റെ തീരുമാനം അതാണ് ഖുർആൻ. പിന്നെ റസൂലിന്റെ തീരുമാനം ഏതാണ്? അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് വിരുദ്ധമായി മറ്റൊന്ന് തീരുമാനിക്കാൻ വിശ്വാസിയായ ആണിനും പെണ്ണിനും പാടില്ല, സാധ്യമല്ല. അങ്ങനെ ഒരു അവകാശം അവനില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം നമുക്കറിയാം, പരിശുദ്ധ ഖുർആനാണ്. കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാം. അള്ളാഹുവിന്റെ റസൂല് തീരുമാനിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനാണോ? അല്ല, പിന്നെ അത് ഹദീസുകളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സ്വീകരിക്കാതെ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ പറ്റൂല എന്നർത്ഥം. ഇഷ്ടം പോലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് അങ്ങനെ തന്നെ അംഗീകരിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ അടങ്ങുന്ന ഹദീസുകൾ തീരെ സ്വീകാര്യമല്ല എന്നതാണ് ചേകന്നൂർ മൗലവിയെ പോലെയുള്ള, ഇന്ന് അദ്ദേഹത്തിന്റെ പുതിയ മോഡൽ ഒരു അവതാരമായ മുസ്തഫ CH മൗലവിയെ പോലെയുള്ള ആളുകളൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എന്തുകൊണ്ടാണ്? ഇന്ന് അവർക്ക് അത്യാവശ്യം വളയമില്ലാതെ ചാടാൻ പറ്റും. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഏൽപ്പിക്കുന്നത് അത് വിശദീകരിച്ചു കൊടുക്കാനാണ്. ഖുർആനിൽ 3 ഇടങ്ങളെങ്കിലും ആ പ്രയോഗമുണ്ട്. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈക, അങ്ങയിലേക്ക് അവതീർണമായത് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. ഖുർആനിന്റെ ഹ്രസ്വമായ പരാമർശങ്ങളെ ഹബീബായ റസൂൽ തങ്ങൾ വിശദീകരിക്കുന്നതാണ് ഹദീസുകൾ. അപ്പൊ ഖുർആൻ മാത്രം മതി എന്ന് പറയുമ്പോൾ ഹദീസിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സമൂഹത്തെ ആഹ്വാനം ചെയ്യുമ്പോൾ കുറെ വളയമില്ലാത്തവർക്ക് ചാടാൻ പറ്റും. ഹദീസുകൾ ഖുർആന്റെ വിശദീകരണം നൽകുമ്പോൾ ഈ ഖുർആൻ മാത്രം മതി എന്ന് പറയുമ്പോൾ ഹദീസുകളിൽ പറയുന്ന വിലക്കുകളും ആരാധനാ കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഇവർക്ക് പറ്റും. ഇതിനു വേണ്ടിയാണ് ഖുർആൻ നിഷേധിക്കുക എന്നത് പച്ചക്ക് പറയാതെ ഹദീസിനെ നിഷേധിക്കുക എന്നുള്ള ഖുർആന്റെ കൂടെ നിഷേധമാണ്. കാരണം ഖുർആന്റെ വിശദീകരണമാണ് ഹദീസുകൾ. ഇത് പച്ചക്ക് പറയാതെ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ് കുറെ ആളുകൾ വലിയ ന്യായവും പറഞ്ഞു നടക്കുന്നത്. ഇവിടെ തന്നെ വലിയൊരു വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് തക്ബീർ ഇട്ടത്. ഇയാളുടെ പുസ്തകത്തിൽ തന്നെ അങ്ങനെ ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനം ആയത്തുകളിൽ ഒരു സ്ഥലത്ത് പോലും അല്ലാഹു അക്ബർ എന്നുള്ള പ്രയോഗമില്ല. പിന്നെ എങ്ങനെ അവർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് തക്ബീർ ഇട്ടത്? നിസ്കാരത്തിലേക്ക് നിന്നാൽ ഒളു എടുക്കണം എന്ന് ഖുർആനിലുണ്ട്. നിസ്കാരത്തിലേക്ക് നിന്നിട്ട് 1-ാം ഫർളായിട്ട് നിങ്ങൾ നിയ്യത്ത് വെക്കണം, 2-ാം ഫർളായിട്ട് ഇങ്ങനെ തക്ബീർ കെട്ടണം. ഈ രീതി എവിടെയെങ്കിലും ഖുർആനിൽ പറയുന്നുണ്ടോ? ഖുർആനിൽ അതുണ്ട്. പക്ഷെ അത് റസൂലിന്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാന്റെ റസൂൽ അവരുടെ വിശദീകരണം മാറ്റിവെച്ചാൽ അല്ലാഹു അക്ബർ എന്ന പദം പോലും ഖുർആനിലില്ല. വലദിക്റുല്ലാഹി അക്ബർ എന്ന് പറയുന്ന പദമുണ്ട്. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമാണ്. അല്ലാഹു അക്ബർ എന്ന പദം പോലും പരിശുദ്ധ ഖുർആനിലില്ല. പക്ഷെ ഇവര് തക്ബീർ കെട്ടാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അവനവന് തോന്നും വിധത്തിൽ മതത്തെ വളച്ചൊടിച്ച് പുതിയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുക കുറെ ആളുകൾ. വേറെ കുറെ ആളുകൾ വിശാലമായ സാധ്യതയുള്ള ചില ആയത്തുകൾ എടുക്കുക. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്, അള്ളാഹു ഞെരുക്കം ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ആയത്തും മതി കുറേ മൗലവിമാർക്ക് പരിശുദ്ധ ദീനിൽ വെള്ളം ചേർക്കാൻ. വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത്, അള്ളാഹുവിനെയും റസൂലിനെയും മാനിക്കുന്നവരോട്. അവർ സമ്പൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. ഖുർആൻ അതാ പറഞ്ഞത്, ദുഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ ഓക്കെ, ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നിടത്ത് തീരെ മാനിക്കൂല. അത് നമ്മുടെ ഇഷ്ടം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ എന്ന ആയത്ത് അതിന്റെ ദുർവ്യാഖ്യാനം ചെയ്യുക. അള്ളാഹു ആഗ്രഹിക്കുന്നത് എളുപ്പമാണ്, ഒരിക്കലും പ്രയാസമല്ല എന്ന്. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആയത്താണിത്. പൊതുവെ ഇത് പ്രസക്തമാണ്. അതുകൊണ്ടാണ് 5 വക്ത് നിസ്കാരമായി പോയത് 50 ആവാതിരുന്നത്. അതുകൊണ്ടാണ് ഭൗതികമായ വിഭവങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് തൗബ ചെയ്താൽ പാപങ്ങൾ പൊറുക്കുന്നത്. അതുകൊണ്ടാണ് കഴുകിയാൽ മാലിന്യം നീങ്ങുമെന്ന് മതം പറയണത്. തെറ്റ് ചെയ്യുന്നതോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് മതം പറയണ്ടോ? ഇല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്. നജസായി കഴിഞ്ഞാൽ ആ ഭാഗം വസ്ത്രം കണ്ടിച്ചു കളയണമെന്ന് മതം പറയുന്നുണ്ടോ? ഇല്ല. കഴുകിയാൽ മതി. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്. വെള്ളം കിട്ടാത്തത് കാരണം ബുദ്ധിമുട്ടുമ്പോൾ എന്ത് ചെയ്യണം? പ്രതീകാത്മകമായി മണ്ണ് കൊണ്ട് ശുദ്ധീകരിക്കണം. നിസ്കരിക്കാൻ പള്ളിയിൽ തന്നെ പോകണമെന്നുണ്ടോ? ഇല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, നിങ്ങൾക്ക് അള്ളാഹു എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്. പള്ളിയിലെത്തുന്നത് വലിയ മഹത്വം. നേരെ മറിച്ച് പള്ളിയിലെത്തിയാലേ നിസ്കാരം സാധ്യമാകൂ എന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകമായ 5 നിഅമത്തുകൾ അവിടുന്ന് എണ്ണിപ്പറയുമ്പോൾ ഭൂമി മുഴുവൻ എനിക്ക് സുജൂദ് ചെയ്യാൻ പര്യാപ്തമാക്കി എന്ന് അതിൽ പ്രാധാന്യത്തോടുകൂടി അവിടുന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാം, ബസ് സ്റ്റാൻഡിൽ നിസ്കരിക്കാം, വിമാനത്തിൽ നിസ്കരിക്കാം, എവിടുന്നും നിസ്കരിക്കാം. വിമാനയാത്രക്കായാൽ ഭക്ഷണം കഴിച്ചിട്ട് ഒറ്റ ഉറക്കുറങ്ങിയാൽ മതി എന്നുള്ള ചില വിചാരമുണ്ട് ആളുകൾ. ഒന്നും എടുക്കാൻ സംവിധാനങ്ങളുണ്ട് വിമാനത്തിൽ. ട്രെയിനിലൊക്കെ ആണെങ്കിൽ സുലഭമായ സംവിധാനം. ഒന്നെടുത്ത് വന്നിട്ട് സമയം നോക്കിയിട്ട് നമ്മളെ കൊണ്ടാകും വിധത്തിൽ നിസ്കരിക്കൽ നിർബന്ധമാണ്. വേണ്ട വിധം ഖിബ്ലക്ക് മുന്നിടാൻ പറ്റൂല, വേണ്ട വിധം ചലനങ്ങളെ നിയന്ത്രിക്കാനും പറ്റൂല. അതുകൊണ്ടാണ് നിസ്കാരം അടക്കുകയും വേണം. പക്ഷെ ആ ഒരു സമയത്തിന്റെ മഹത്വം മാനിച്ച് അത് ചെയ്തേ പറ്റൂ. ഗൾഫ് രാജ്യത്തും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ട്രെൻഡ് സുലഭമായി നിസ്കാരം ഖളാ ആക്കുക. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അസുഖത്തിന്റെ ഭാഗമാണ്. സുലഭമായി നിസ്കാരം ഖളാ ആക്കുക. എന്നിട്ട് ഞാൻ ഖളാ കിട്ടിയാലോ ഒന്ന്, അതോടുകൂടെ വളരെ സായുജ്യം, സംതൃപ്തി. ആര് പറഞ്ഞു ഖളാ വീട്ടൽ അതാ ഇന്ന് പകരാണ്? ഖളാ വീട്ടൽ നമ്മുടെ ഒരു ആശ്വാസത്തിന് ചെയ്യുന്ന പരിപാടിയാണ്. ബോധപൂർവം ഖളാ ആക്കിയതാണോ അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. കാരുണ്യവാനായ റബ്ബ് പുറത്താലൊഴികെ. അത് ഏത് പാപത്തെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും?
കാരുണ്യവാനായ റബ്ബ് പുറത്താലൊഴികെ അതിന്റെ നേരാവണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ മറന്നുപോയി ഒരാൾ, സമ്പൂർണമായി മറന്നു, അയാൾ കാരണക്കാരനാണ്. മൂപ്പർക്ക് ഖളാ ആക്കിയതിന് കുറ്റം കിട്ടൂല. ഖളാ ആയതാണ്. ഒരാൾ ഉറങ്ങിപ്പോയി, സാധാരണഗതിയിൽ അയാൾ സമയത്ത് ഉണരാറുണ്ട്, അലാറം വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അയാൾ ഭദ്രമാക്കിയിട്ടുണ്ട്. പക്ഷെ വഖത്തിന് അയാൾ ഉണർന്നു പോയില്ല, യാദൃച്ഛികമായി അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഒരാൾ നല്ല ചായയാണെന്ന് കരുതി, നല്ല കട്ടൻ ചായ കരുതി ഒറ്റ വലിക്ക് കുടിച്ചു. അതെന്തോ ഒരു ലഹരി വസ്തുവായിരുന്നു. അയാൾ അകാരണമായി ലഹരിക്ക് വിധേയനായി. അകാരണമായി. ഒരാൾ ഒരു വക്തിൽ ബോധക്ഷയം നേരിട്ടു. പിന്നെ അയാൾ ഉണർന്നപ്പോഴേക്ക്, അയാൾക്ക് ബോധം വന്നപ്പോഴേക്ക് വക്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ കാരണത്തോടുകൂടെ നിസ്കാരം കളാക്കണതാണ്. ഞാനിങ്ങനെ ഏതോ ഒരു യാത്രയിലായിരുന്നു, എൻ്റെ കമ്പനിയിലേക്ക് വണ്ടി പെട്ടെന്ന് എത്തിക്കേണ്ടിയിരുന്നു, ബ്ലോക്ക് കുടുങ്ങിയിരുന്നു. കുടുങ്ങിപ്പോയി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥിരം ബോധ്യമുള്ള ഒരു ഡ്രൈവർക്ക് നിസ്കാരം കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വളരെ സിമ്പിളായിട്ട് കിടന്നുറങ്ങുക, രാത്രിയൊക്കെ ജോലി ചെയ്തു വരിക, എന്നിട്ട് സുബഹിസ്കരിക്കാതെ കിടന്നുറങ്ങുക, ഒരു 11 മണിക്ക് 12 മണിക്ക് എഴുന്നേൽക്കുക. ഗൾഫിലൊക്കെ പ്രത്യേകിച്ച് കാണുന്ന ഒരു ട്രെൻഡാണ്. എന്നിട്ട് അത് എന്റെ ജോലി അങ്ങനെ ആയിട്ടല്ലേ, ജോലി അങ്ങനെ ആയിട്ടല്ലേ എന്ന്. ചില ആളുകൾ രാത്രി വെറുതെ ഇരുന്നിട്ട് സമയം കളയാണ്. 1 മണിക്കൂർ മുന്നെയെങ്കിലും ഈ മൊബൈൽ ഫോണിലേക്ക് നോക്കൽ നിർത്തണം എന്നാണ്. ഉറക്ക് സുഗമമായി നടക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്നുള്ള ചില റെഡ് ലൈറ്റുകൾ നമ്മുടെ തലച്ചോറ് ആഗിരണം ചെയ്തു വെക്കും. അത് 1.5 മണിക്കൂർ തലച്ചോറിൽ അങ്ങനെ തന്നെ കത്തി നിൽക്കും. അപ്പൊ നമ്മള് ഉറക്കത്തിൽ പോലും കടന്നിട്ട് പോലും മൊബൈൽ നോക്കി ഇങ്ങനെ കടന്നിരിക്കുകയാണോ? കണ്ണടച്ചിട്ടുണ്ടാവും, നമ്മൾ ഉറങ്ങിയതുപോലെ ആയിട്ടുണ്ടാവും, പക്ഷെ തലച്ചോറിന് വിശ്രമം കിട്ടിയില്ല. അവിടെ 1.5 മണിക്കൂർ ബ്ലൂ ലൈറ്റ് കത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോ വെറുതെ ഒരു ഉറക്കായി മാറും. ഉറക്കുകൊണ്ടുണ്ടാകുന്ന ശാരീരികമായ സന്തോഷം അല്ലെങ്കിൽ സമ്പൂർണമായ വിശ്രമം സാധ്യമല്ലാതെ വരും. സ്വാഭാവികമായും സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഉറക്കച്ചടവ് മാറിയിട്ടുണ്ടാവില്ലേ? കൊട്ടാവിട്ട് കണ്ണു തിരുമ്മി ഒന്നുകൂടെ കിടക്കട്ടെ ഒരു 10 മിനിറ്റ് എന്ന് കരുതി എഴുന്നേറ്റ് നിന്നാൽ തന്നെയും സംസ്കൃതത്തിൽ പറഞ്ഞ തൂഷ്ണയും ഭാവം എന്ന് വെച്ചാൽ പിന്നെ ഉറങ്ങി തൂങ്ങി ആ അന്തം വിട്ടുള്ള കുറച്ച് നിമിഷങ്ങളുണ്ടല്ലോ, അത് കൂടുതൽ വരും. അപ്പൊ കാരണങ്ങൾ പഠിച്ച് അതിൽ നിന്ന് മാറി നിന്ന് നേരാവണ്ണം ഉറങ്ങി സുബഹിക്ക് എഴുന്നേൽക്കാതെ എന്റെ ജോലി അങ്ങനെ ആയതുകൊണ്ടാണ് ന്യായീകരണം പറയുന്നവർ പടച്ച റബ്ബിനെ യഥാവിധി ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ റബ്ബ് സർവശക്തനായിരിക്കെ എന്തിനാണ് ഈ സൃഷ്ടികളുടെ ആരാധന എന്നും പറഞ്ഞ് വിശ്വാസികളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന കുറെ വാദങ്ങൾ നമ്മൾ കേട്ടു വരുന്നു. അത് വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 പോയിന്റെങ്കിലും അത് സംബന്ധമായിട്ട് പറയണം. ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഇന്ന് സമയം ഉണ്ടാവുള്ളൂ എന്നത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ സമയത്തിന്റെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് ചിലത് നമ്മൾ പറയണം. പടച്ച റബ്ബ് മനുഷ്യരെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത് ആരാധനയ്ക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളൊക്കെ അറിയുന്ന ആയത്താണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്തിനാ റബ്ബിനെ ഇബാദത്ത്? എന്തിനാണ് റബ്ബിനെ ആരാധന? പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, ഈ ലോകം എന്ന് പറഞ്ഞാൽ അത് റബ്ബ് തആല അവനെ അറിയാൻ വേണ്ടി സൃഷ്ടിച്ച ലളിതമായൊരു ഉപാധിയാണ്. ലോകത്തിന്റെ സങ്കീർണത അറിയാത്തതുകൊണ്ടല്ല ഞാൻ ലളിതം എന്ന് പറഞ്ഞത്. ലോകത്തുള്ള വിവിധങ്ങളായ ഗാലക്സികളെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, കോടാനക്കോടി നക്ഷത്രങ്ങളുടെ വൈഭവം തിരിച്ചറിയാത്തത് കൊണ്ടല്ല. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമാണ്. എന്തിനാ റബ്ബ് ഈ ലോകത്തെ പടച്ചത്? കുൻതു കൻസൻ മക്നിയൻ, ആരും അറിയാത്തൊരു പ്രത്യേക സംവിധാനം, ആരാരും അറിയാത്ത പ്രത്യേകമായ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ അറിയപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചു. ഫഖലഖതുൽ ഖൽഖ, അങ്ങനെ സൃഷ്ടികളെ മൊത്തം സംവിധാനിച്ചു എന്നാണ് റബ്ബ് പറയുന്നത്. അപ്പൊ അറിയപ്പെടാത്തൊരു മഹാസംഭവമായിരുന്നു റബ്ബ്. നമ്മുടെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ആ റബ്ബിനെ സമ്പൂർണമായി വിശദീകരിക്കാൻ സാധാരണഗതിയിൽ മനുഷ്യന് സാധ്യമല്ല. അങ്ങനത്തെ ഒരു മഹാസംഭവമായിരുന്നു റബ്ബ്. ആ റബ്ബ് മാത്രമുള്ള ആ ഘട്ടത്തിൽ, ഘട്ടം എന്ന് പറയാൻ പോലും പരിമിതി ഉണ്ട് കേട്ടോ. കാരണം ഈ പ്രപഞ്ചം രൂപീകരിച്ചതിന് ശേഷമാണ് ടൈം ഉണ്ടാവുന്നത്. പ്രപഞ്ചം രൂപപ്പെട്ടതിന് ശേഷമാണ് സമയം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് സ്ഥലം ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ എന്ന് പറയാൻ പോലും പരിമിതി ഉണ്ട് നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞ ഭാഷയ്ക്ക് വലിയ പരിമിതി ഉണ്ട്. നമുക്കറിയാലോ, പൊതുവെ ശാസ്ത്രലോകം അംഗീകരിക്കുന്നത് ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാവിസ്ഫോടനത്തോടുകൂടെ ലോകം രൂപപ്പെട്ടു എന്നാണ്. ഈ മഹാവിസ്ഫോടനത്തിന്റെ മുന്നേ എന്തായിരുന്നു? ശാസ്ത്രജ്ഞർ മൊത്തം പറയുന്നത് അതേക്കുറിച്ച് ചോദിക്കാൻ പറ്റൂല. കാരണം സ്പേസും ടൈമും രൂപപ്പെടുന്നത് അതിന് ശേഷമാണെന്നാണ്.
സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് അത് അങ്ങനെ തന്നെ തെളിയിക്കുന്നുണ്ട്. ആധുനിക കാലത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, ഭൗതിക ശാസ്ത്രജ്ഞൻ. അതിനെപ്പറ്റി ചോദിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ പറയുന്നത്. ദ യൂണിവേഴ്സ് ഇൻ നട്ട്ഷെൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 45-ാം പേജ് പരിശോധിക്കുക. അദ്ദേഹം പറയുന്നത് ബിഗ് ബാങ്ങോട് കൂടെയാണ് സ്പേസ് ഉണ്ടാവുന്നത്, സ്ഥലം, ടൈം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ ടൈമിലൂടെ ബാക്കിലേക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ള പഠനങ്ങളൊക്കെ വരുന്നത്. ബാക്കിലൂടെ ടൈം ട്രാവൽ അല്ലെ, ബാക്കിലൂടെ അങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റുമോ? നമ്മൾ കുറെ ബാക്കിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വല്യപ്പ സ്കൂളിൽ പോണത് കാണും. അത് സംബന്ധമായി ഇദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, കാലത്തിന്റെ സംക്ഷിപ്ത വിവരണം. അപ്പൊ അതിന്റെ മുന്നേ സമയം പോലും ഇല്ല, അതിന്റെ മുന്നേ സ്പേസ് ഇല്ല. അത്തരം ഒരു സന്ദർഭത്തിൽ പടച്ച റബ്ബ് വിചാരിക്കുകയാണ് ഞാൻ അറിയപ്പെടണം, അതിനൊന്നാമതായി അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. പിന്നെ അതിൽ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ഉപഭോക്താക്കളാവുന്ന മനുഷ്യരെ റബ്ബ് പടക്കുന്നു. എന്തിനാ മനുഷ്യരെ പടച്ചത്? അള്ളാഹുവിനെ ആരാധിക്കാൻ എന്ന് ഖുർആൻ പറയുന്നു. ഈ ആരാധന എന്നൊക്കെ പറയുമ്പോഴേക്ക് നിസ്കാരം, നോമ്പ് എന്നതിൽ പരിമിതപ്പെടാൻ പറ്റുമോ? പറ്റില്ല. ജീവിതത്തിന്റെ ഓരോ നിമിഷവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ ആരാധനകൾ, എന്റെ ജീവിതം, എന്റെ ചലന നിശ്ചലനം, എന്റെ ഓരോ നിമിഷം, എന്റെ പ്രവൃത്തികളിൽ ഓരോന്നും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനുമാവുന്ന റബ്ബിനുള്ളതാവുന്നു. ഈ ഒരു വിചാരത്തിൽ വിശ്വാസി ജീവിക്കണമെന്നതാണ് മനുഷ്യരെ പടച്ചതിന്റെ പ്രധാന കാരണം. അതാണ് ഇല്ലാലി അഅ്ബുദൂ എന്ന് ഖുർആൻ പറയുന്നത്. അപ്പൊ റബ്ബിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഇബാദത്ത് കൊണ്ട് റബ്ബിന് എന്തെങ്കിലും കൂടുതൽ വരുമോ? ഇല്ല. മനുഷ്യരാസകലം ആരാധനയിൽ നിന്നും റബ്ബിനോടുള്ള വിധേയത്വത്തിൽ നിന്നും മാറി നിന്നാൽ പടച്ച റബ്ബിന് എന്തെങ്കിലും കുറവ് വരുമോ? തീരെയില്ല. പിന്നെ എന്തിനാ റബ്ബ് താൻ ആരാധിക്കാൻ പറഞ്ഞത്? ഇതൊരു പരീക്ഷണങ്ങളുടെ ലോകമാണ്. സന്തോഷം പരീക്ഷണമാണ്. അള്ളാഹു നൽകുന്ന അഭിവൃദ്ധികൾ പരീക്ഷണമാണ്. സാധാരണഗതിയിൽ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിഷമത്തെ കുറിച്ചാണ് ആലോചിക്കുക. നല്ല രോഗം വരുന്നത് പരീക്ഷണമാണ്, സാമ്പത്തികമായി ദുർഗതി വരുന്നത് പരീക്ഷണമാണ്, സാമൂഹികമായി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പരീക്ഷണമാണ്, ജോലി കിട്ടാതെ വരുന്നത് പരീക്ഷണമാണ്, മക്കളില്ലാതെ വരുന്നത് പരീക്ഷണമാണ്. അതിനേക്കാൾ പ്രാധാന്യമുള്ള പരീക്ഷണം ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. അള്ളാഹു സമൃദ്ധി നൽകി. ഈ സമൃദ്ധിയെ ഏതുവിധം ഉപയോഗിച്ചു എന്നത് പരീക്ഷിക്കുകയാണ് റബ്ബ് തആല. അള്ളാഹു സന്താനങ്ങളെ സുലഭമായി നൽകി. ഈ സന്താനങ്ങളെ ഏത് വിധത്തിൽ വളർത്തിക്കൊണ്ടുവന്നു എന്നും അവരെ കൊണ്ട് ദീനിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റിയെന്നും ഒക്കെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ സമ്പൽ സമൃദ്ധി കൊണ്ട് പാവപ്പെട്ട മനുഷ്യന്മാരെ ഉപദ്രവിക്കാനാണ് ഒരാൾ തയ്യാറായത്. അത് പരീക്ഷണമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ജീവിതം എന്ന് പറഞ്ഞാൽ വെറും സന്തോഷമായിരിക്കണം എന്ന് വിചാരിക്കുന്ന കുറെ ആളുകൾ, പ്രത്യേകിച്ച് ആധുനികത അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈ ആധുനിക കാലത്ത് സമൂഹത്തിന്റെ പൊതുബോധം ജീവിതം എന്നാൽ സന്തോഷമായിരിക്കണം എന്നാണ്. അതിന്റെ അപ്പുറത്തെ കുറിച്ച് അവർക്കൊരു വിചാരവും ഇല്ല. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പണം കിട്ടാൻ എന്ത് ചെയ്യണം, അതേക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. മയക്കുമരുന്ന് കടത്തും, സ്വർണം കടത്തും, അന്യനെ ദ്രോഹിക്കും, അപഹരിക്കും, പറ്റിച്ചുകൊണ്ടിരിക്കും. നിഷ്കരുണം സ്വന്തക്കാരുടെ പോലും സമ്പത്ത് സ്വന്തമാക്കും, തട്ടിപ്പും വെട്ടിപ്പും നടത്തും. കാരണം അവരുടെ മുമ്പിലുള്ള ലോകം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ലോകം മാത്രമാണ്. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം പണമാണ്, പ്രതാപമാണ്. സന്തോഷം വരുമ്പോഴേക്ക് മതം മറന്ന് അള്ളാഹുവിനെ മറന്ന് വല്ലാതെ അങ്ങ് ആയിപ്പോകുന്ന ചില അവസ്ഥകളില്ലേ? അതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. വിജയം എന്നത് സന്തോഷമാണ്, ഇത് സ്ഥായീഭാവമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ മതത്തിന് പ്രാധാന്യം കൊടുക്കും. കാരണം സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത് ദ്വാരക്കണം നമ്മൾ കാണുന്നുണ്ട്, അള്ളാഹു അക്ബർ ചെല്ലണത് കാണുന്നുണ്ട്. ആ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോഴും ആ ഒരു ഭാവവും ബോധമൊക്കെ വേണം. അല്ലാതെ അതോടുകൂടെ മതത്തിന്റെ പരിപാടി കഴിഞ്ഞു, ഇനി ഞങ്ങൾ ആടും പാടും ചേക്കേറുന്നു വിചാരിച്ച സന്തോഷമാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് ആരോഗ്യം ഉണ്ടെങ്കിലേ വൃത്തികേട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആരോഗ്യം പരീക്ഷണമാണ്. ഒരാൾക്ക് ആരോഗ്യമല്ല, എഴുന്നേൽക്കാൻ കഴിയൂല, ആൾക്ക് സ്വാഭാവികമായും വ്യഭിചരിക്കാൻ സാധ്യത. അപ്പൊ ഈ ആരോഗ്യം വലിയ പരീക്ഷണമാണ്. പുതിയ തലമുറക്ക് പക്ഷെ അത് ബോധമല്ലേ. അവരെ വിചാരം സന്തോഷം മാത്രം നിലനിൽക്കണം എന്നാണ്. അതുകൊണ്ടാണ് സന്താപത്തിന്റെ എന്തെങ്കിലും സാധ്യത വരുമ്പോഴേക്ക് കെട്ടിത്തൂങ്ങണത്. എത്രയാണ് ആത്മഹത്യ, എത്രയാണ് ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗ്രാഫ് കുത്തനെ കൂടുന്നു. ലളിതമായ കാരണങ്ങൾക്ക് വേണ്ടി
കുട്ടിക്ക് താല്പര്യം കൊമേഴ്സ് പഠിക്കാനായിരുന്നു. രക്ഷിതാക്കൾ അവനെ എങ്ങനെയെങ്കിലും ഞെക്കിപ്പഴിപ്പിച്ച് ഡോക്ടറാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ സയൻസിന് വേണ്ടി ഗൾഫിൽ നിന്ന് എൻട്രൻസ് കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തു. 2-ാം ദിവസം 3-ാം ദിവസം ആ മോൻ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കുട്ടിയുടെ വികാരം തിരിച്ചറിയാൻ കഴിയാത്ത രക്ഷിതാക്കൾ ഒരു വശത്ത്, രക്ഷിതാക്കളുടെ മോഹത്തിനനുസരിച്ച് ഞാനൊന്ന് മാറിക്കൊടുത്താൽ മതി തീരുമാനിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥി മറുവശത്ത്. ഈ സമ്മർദ്ദത്തെ അതിജയിക്കാൻ കഴിയാത്ത മനസ്സ് അവസാനം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നു. മദ്യപാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാകുമ്പോഴേക്കും മദ്യപിക്കുകയാണ്. മതം പറയുന്ന മൂല്യങ്ങൾ ഇല്ലാതെയാവണമെന്ന് കരുതി ഒരു വിഭാഗം കഠിനമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫലം കേരളത്തും ലോകത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് വർദ്ധിച്ച വർഷമാണ് ഈ കഴിഞ്ഞ വർഷം. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് വർദ്ധിച്ചു, വളരെയേറെ ശതമാനം വർദ്ധിച്ചു വന്നു. ഒരൊറ്റ വർഷം മാത്രം 2000-ഓളം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഗവൺമെന്റ് സജീവമായി എതിരെ പ്രവർത്തിച്ചിട്ടും അങ്ങനെ അവർ പലജാതി സുരക്ഷാ മാർഗങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൗജന്യമായി കോണ്ടം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആശുപത്രികളിലും മറ്റും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അവർ വാശി പിടിക്കുന്നുണ്ട്. ഒക്കെ നല്ല കാര്യം. എന്നിട്ടും എയ്ഡ്സ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഭീഷണിയായി കേരളത്തിന്റെ എയ്ഡ്സ് ഏറ്റവും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വർഷം 2000-ഓളം പുതിയ കേസ് എന്ന് പറഞ്ഞാൽ വലിയ ശതമാനം വർധനമാണ്. എങ്ങനെ ഇത് സാധ്യമാവുന്നു? ഗവൺമെന്റിന്റെ പ്രചാരണങ്ങളും ഗവൺമെന്റിന്റെ എതിർ സംവിധാനങ്ങളും പാളിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? പരമാനന്ദമാണ് ജീവിതമെന്ന് പുതിയ തലമുറ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി അവരെ പാകപ്പെടുത്തി എടുത്തിരിക്കുന്നു കുറെ പ്രസ്ഥാനക്കാർ. ദൈവത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചിട്ട്, ഒരു ജീവിതമേ ഉള്ളൂ, അത് ആഘോഷിച്ചു തീർക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ലളിതമായി എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴേക്ക് വേശ്യാലയം തേടി സഞ്ചരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ആനന്ദമാണ് പ്രധാനം. അങ്ങനെ വരുമ്പോൾ എയ്ഡ്സ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഓരോ കാര്യവും. എത്രമേൽ ആരോഗ്യ സംവിധാനം ഉണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും. എന്നിട്ട് എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ട 60-70 കൊല്ലം ആദ്യമായി കണ്ടെത്തിയിട്ട് 60-70 കൊല്ലമായിട്ടും ഇതുവരെ ക്രിയാത്മകമായ ഒരു മെഡിസിൻ കണ്ടുപിടിക്കാത്ത ഈ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ക്യാൻസർ പിടിച്ചാൽ പെട്ടെന്ന് തീർന്നു കിട്ടും. അറ്റാക്കൊക്കെ വന്നാൽ എന്തിനാ മരിക്കണമെന്ന് പോലും അറിയില്ല, അതിൻ്റെ ഇടക്ക് പരിപാടി കഴിയും. എയ്ഡ്സ് അങ്ങനല്ല. 10 വർഷം നീണ്ടു നിൽക്കുന്ന ഇഞ്ചിഞ്ചായ മരണമാണത്. 10 വർഷം നീണ്ടു നിൽക്കും ആ മരണം. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ, പാൻഡമിക് രോഗങ്ങൾ പിടികൂടിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്റെ പ്രതിരോധ സംവിധാനം 100% തകരാറിലാകും. എന്നിട്ട് ചുമച്ച് പ്രത്യേകിച്ച് ശ്വാസകോശങ്ങളിൽ രോഗങ്ങൾ വരും. വളരെ ഈ വിസിലടിക്കുന്നത് പോലെ ശ്വാസം വിട്ടുകൊണ്ടിരിക്കും. വിസിലടിക്കുന്നത് പോലെ ഈ ശ്വാസകോശത്തിൽ പ്രത്യേകമായ രീതിയിലുള്ള ഈ ചുരുക്കം വരും. ഇങ്ങനെ 3-4 ടൈപ്പായിട്ട് ഇങ്ങനെ ഞെങ്ങി നിൽക്കും. അതിലൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എയർ വലിക്കുമ്പോൾ വിസിലടിക്കുന്നത് പോലെ ഒച്ച വരും. വളഞ്ഞു പോകും. നെഞ്ചല്ലുകൾ മൊത്തം പുറത്ത് കാണും. കാലും കയ്യൊക്കെ ഇത്രക്ക് വണ്ണത്തിലേക്ക് ശോഷിച്ചു പോകും. എന്നാലും മരിക്കൂല. 10 വർഷം നീണ്ടു നിൽക്കുന്ന ഇഞ്ചിഞ്ചായ മരണം. ഇതേക്കുറിച്ച് ശാസ്ത്രാവബോധം ഇല്ലാത്തത് കൊണ്ടാണോ? മതം മാറി നിൽക്കട്ടെ, ആഘോഷിച്ച് തീർക്കൂന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്ന് പോലെയല്ല, ലാ തഖ്റബുസ്സിന എന്നാണ്. വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. അടുത്താൽ പിന്നെ അതിന്റെ അപ്പുറത്തെ സ്റ്റെപ്പിലേക്ക് കയറാൻ പ്രയാസമല്ലെന്ന് വളരെ പെട്ടെന്ന് എത്തിച്ചേരും. അപ്പൊ അടുക്കരുത്, വ്യഭിചാരത്തിന് അടുത്ത് പോകരുത് എന്നല്ല അതിന്റെ അർത്ഥം. ശൃംഗാരം തുടങ്ങരുത്. അന്യപെണ്ണിനെ ഒരു പ്രത്യേകമായ താല്പര്യത്തോടു കൂടെ നോക്കരുത്. ഒന്നിച്ചു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത്. ചേർന്ന് നിന്ന് ഡാൻസ് കളിക്കരുത്. ഡാൻസിന്റെ മൂർധന്യതയിൽ കെട്ടിപ്പിടിച്ച് കുലുങ്ങാൻ നിൽക്കരുത്. പെണ്ണിനെ മാത്രം പറഞ്ഞു എന്ന് പറയണ്ട കേട്ടോ, മറുവശത്ത് ആണുണ്ട്. 2 പേരോടാണ് പറയണത്. ഇതൊക്കെ വ്യഭിചാരത്തിനോടുള്ള അടുക്കലുകളാണ്. അവിടെ വെച്ചിട്ട് ആ പ്രത്യേകമായ സന്ദർഭത്തിലുള്ള ആ ഒരു ലോക്യം, ആ ഒരു ബന്ധം വളർന്നു വരുന്നു, നമ്പർ കൈമാറുന്നു, ചാറ്റ് ചെയ്യുന്നു, പലപ്പോഴായിട്ട് അത് ചീറ്റിങ്ങിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ആ വഴിക്ക് പോകരുതെന്ന് പറയാൻ പറയുന്നത്. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞ, വ്യഭിചാരത്തോട് അടുക്കരുത്. ആരെങ്കിലും വ്യഭിചാരിക്കുന്നിടത്ത് പോയി ഇങ്ങനെ നിൽക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയും ചെയ്യരുത്. എയ്ഡ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കാതിരിക്കുന്നു. കാരണം ജീവിതം ഒന്നേയുള്ളത് ആഘോഷിച്ച് തീർക്കണം എന്നത് താത്വികമായി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതത്തിന് എന്ത് പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരം മാത്രമൊന്നുമല്ല, കൊലപാതകം, ചാടിപ്പോകൽ,
പ്രണയ നൈരാശ്യം, അതുവഴിയുള്ള കൊലപാതകങ്ങൾ. പണ്ടൊരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കണക്ക് 310ഓളമാണ് ഏതാനും വർഷത്തിനിടയിൽ പ്രണയ നൈരാശ്യം കൊണ്ട് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം. മന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് കൃത്യമായ കണക്ക്. ഇതിങ്ങനെ സംഭവിക്കണം, മോഹം പറയല്ല നമ്മൾ, ഇതങ്ങനെ വരൂ. കാരണം മനുഷ്യനെ ധാർമ്മികമായി നിയന്ത്രിക്കുന്ന ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അതെല്ലാം പരിഹസിച്ച് ഒരാളും അങ്ങോട്ട് പോകരുത്, തിരിഞ്ഞു നോക്കരുത് എന്ന വിധം പ്രത്യേകിച്ച് യുവതയെ വളരെ മാരകമായൊരു അന്ധകാരത്തിലേക്ക് ഈ മതവിരുദ്ധരെല്ലാവരും ചേർന്നിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ലോകത്ത് മയക്കുമരുന്നിനൊരു വിലക്കുമില്ല, അവരുടെ ലോകത്ത് മദ്യപാനത്തിന് യാതൊരു തടസ്സമില്ല. വ്യഭിചാരത്തിന് തടസ്സമല്ലെന്ന് മാത്രമല്ല, പരിണാമപരമായി പുരുഷന്റെ ജീവിത ലക്ഷ്യം പരമാവധി അവന്റെ ജനിതക പദാർത്ഥം സ്ത്രീകളിലേക്ക് എത്തിക്കലാണ്. ഡെക്കറേഷൻ ഇല്ലാതെ ലളിതമായി പറഞ്ഞാൽ കിട്ടുന്ന സ്ത്രീകളെ ഒക്കെ വ്യഭിചരിക്കലാണ് എന്ന് ഇവർ സിദ്ധാന്തിക്കുന്നു. അവരുടെ യുക്തി വിചാരം പോലെയുള്ള മാഗസിനുകൾ ഇത് പ്രലോഭിച്ചുകൊണ്ട് ലേഖനങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ആവേശം കയറിയിട്ടാണ് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു യുക്തിവാദി പെൺകുട്ടി, അവരുടെ ഇടയിലുള്ള വളരെ ഒരു സ്റ്റാറാണ്. അവർ വല്ലാതൊന്നും ഇപ്പൊ യുക്തിവാദത്തിന് ലേഖനം എഴുതാറില്ല. എന്തുകൊണ്ടെന്നുള്ളതല്ല ഞാൻ വിശദീകരിക്കുന്നത്. അവരൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ യുക്തിവാദിയായത് മറ്റു ചില ആദർശങ്ങളുടെ കാരണത്താലെയാണ്. പക്ഷേ ഒരു സമ്മേളനത്തിൽ രാത്രിയൊക്കെ ഉള്ള ഒരു യോഗത്തിൽ, യുക്തിവാദക്കാരുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോ ഇവരോടൊപ്പം കിടക്കാൻ വേണ്ടി ഡബിൾ ബെഡുള്ള ഹോട്ടൽ റൂം പലരും ബുക്ക് ചെയ്തിരിക്കണം. അതാണ്, പല ആളുകൾ ഇന്ന് പോളപ്പം കിടക്കണം എന്ന് കരുതിയിട്ട് ഡബിളായിട്ടുള്ള ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് പലരും വന്നിട്ട് ഇന്ന് ഒപ്പം കിടക്കല്ലേ, നമുക്ക് അങ്ങനെ ഹോട്ടൽ എടുത്തിട്ടാണ് പോവല്ലേ ചോദിക്കാണ്. ഇവള് കയർത്തു. എന്നിട്ട് അവൾ പ്രഖ്യാപിക്കുകയാണ്, അവർ ഫേസ്ബുക്കിൽ എഴുതി വെക്കുകയാണ്, യുക്തിവാദി ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമായി സെക്സ് ഷെയർ ചെയ്യാന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഭൂലോകത്ത് അത് മനസ്സിലാക്കാത്തത് ഈ പെൺകുട്ടി മാത്രമാണെന്നാണ്. അങ്ങനെ ആവുമ്പോഴേ ഈ മതത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് സമ്പൂർണ്ണ മോചനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ ദൈവത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇത് കുട്ടികളെ പറഞ്ഞു കയറ്റിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. ഇവർക്ക് മാത്രം അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് നന്നായിട്ട് പഠിച്ച അവരുടെ ആചാര്യന്മാരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണത് ഹോട്ടൽ. ഇതാണ് പുരോഗമനം എന്ന് എനിക്ക് തോന്നണില്ല എന്നാണ്. അവർക്ക് മാത്രം തോന്നണില്ല. സമ്പൂർണ്ണ പുരോഗമനം മതത്തിന്റെ എല്ലാ അനിഷ്ടകളിൽ നിന്നും മാറി സഞ്ചരിക്കാൻ കഴിയണം. ബാലാമണി അമ്മ പാടിയതുപോലെ പറക്കട്ടമ ഞാൻ സ്വച്ഛന്തമായ എൻ്റെ വിഹായസിന്റെ നെറുകയിൽ എന്നും പറഞ്ഞിട്ട് ആദർശബോധമില്ലാതെ നടക്കണം. അപ്പൊ എയ്ഡ്സ് കൂടിക്കൊണ്ടിരിക്കും, ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കും, വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തിനാ റബ്ബിനോട് ആരാധന അർപ്പിക്കുന്നത്? പടച്ച റബ്ബുമായുള്ള ബന്ധം നിലനിർത്താനാണ് ആരാധനകൾ. അങ്ങനെ വരുമ്പോ റബ്ബിന്റെ പ്രതാപം ശക്തമായി ഉൾക്കൊണ്ടൊരാൾ കൃത്യമായ ഇടവേളകളിൽ അള്ളാഹുവിലേക്ക് ആരാധനയുമായി ചെല്ലുമ്പോ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്ക, ജീവിതത്തിന്റെ ഓരോ കാര്യവും അദ്ദേഹത്തിന് റബ്ബുമായുള്ള ബന്ധം ദൃഢമാകും. ആ റബ്ബെന്നെ കാണുന്നു എന്ന ബോധം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ധർമ്മനിഷ്ഠനാവണമെന്ന് വിചാരം വരും. ധർമ്മനിഷ്ഠനാണെന്ന വിചാരം വരും. ഈ റബ്ബുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് റബ്ബ് ആരാധനകൾ സംവിധാനിച്ചത്. റബ്ബുമായുള്ള ബന്ധത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോഴാണ് എയ്ഡ്സ് കൂടുന്നത്. റബ്ബുമായി ഉള്ള ബന്ധത്തിൽ നിന്ന് മാറണമെന്ന പ്രചാരണം കൊഴുക്കുമ്പോഴാണ് ആത്മഹത്യ വർദ്ധിക്കുന്നത്, ശിശുഹത്യ കൂടുന്നത്, ഡൈവോഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള സർവ്വ കുടുംബ കോടതികൾക്കും അടുത്തൊന്നും തീർക്കാൻ പറ്റാത്ത അത്ര വിവാഹമോചനത്തിനുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കേണ്ടി വരുന്നത്. വിശുദ്ധമായിരുന്നു കുടുംബം, മനുഷ്യന്റെ ആശ്വാസമായിരുന്നു കുടുംബം. എത്രമേൽ അധ്വാനം നടത്തിയാലും ശരീരവും മനസ്സും തളർന്നാലും വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് സന്തോഷം വരുമായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ വീടിനെ കുറിച്ച് മസ്കൻ, ശാന്തിയുടെ ഇടം എന്ന് പ്രത്യേകം പറയണത്. പക്ഷെ വീട് കാണുമ്പോഴേക്ക് സങ്കടം വരുന്ന അവസ്ഥ, വീടിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഓർക്കുമ്പോഴേക്ക് ടെൻഷനാകുന്ന അവസ്ഥ. അതുകൊണ്ട് കേരളത്തിലുള്ള സർവ്വ കുടുംബ കോടതികളും കഠിനമായി അധ്വാനിച്ച് ലീവ് എടുക്കാതെ വർക്ക് ചെയ്താലും അടുത്തൊന്നും തീരാത്ത അത്ര കുടുംബമോചനം, വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കേണ്ടി വരുന്നു. റബ്ബിൽ നിന്ന് ദൂരം ഇങ്ങനെ കൂടുന്നു. അതനുസരിച്ച് മനുഷ്യർ മാനവികതയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു.
മനുഷ്യനെ താങ്ങാൻ ഒരാൾ വേണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാൻ കുടുംബം വേണ്ടേ? ഷെയർ ചെയ്യാൻ, സഹായിക്കാൻ, ഒന്ന് തലോടാൻ, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടെ നിന്നൊന്ന് സഹകരിക്കാൻ കുടുംബം വേണ്ടേ? ഒറ്റക്ക് മതി എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ ബന്ധനാണെന്നാണ് പറയുന്നത്. ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും കുടുംബബന്ധം വിച്ഛേദിക്കണം എന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സെക്സ് നടക്കണമെങ്കിൽ എത്രമാത്രം മാർഗങ്ങളുണ്ട് എന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബം എന്ന് പറഞ്ഞ ഒരു ബാധ്യത അല്ലേ എന്ന് പറയാണ്. നട്ടപ്പാതിരക്ക് സ്ത്രീക്ക് ഇറങ്ങിപ്പോകാൻ പറ്റൂല ഭർത്താവ് ഉണ്ടെങ്കിൽ. പിതാവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് പാതി രാവിലെ ഇറങ്ങാൻ കഴിയില്ല. ഒരു ആൺകുട്ടിയാണെങ്കിൽ അവന് സമയത്തിന് വീട്ടിലേക്ക് വരേണ്ടി വരും. കൽപ്പറ്റ നാരായണന്റെ കവിത ഉണ്ട് അമ്മയെ കുറിച്ച്. തെറിച്ചു നടക്കുന്ന എല്ലാ കുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും അതൊന്ന് വായിച്ചു നോക്കണം. കൽപ്പറ്റ നാരായണൻ പറയുന്ന അമ്മ മരിച്ചതിന് ശേഷമുള്ള അയാളുടെ വീട്ടിലെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്. ഇനി എനിക്ക് ഏത് നട്ടപ്പാതിരക്കും കയറി വരാം, പാമ്പ് കടിക്കുന്ന പറഞ്ഞിട്ട് എന്നെ ശല്യപ്പെടുത്താൻ അമ്മ അല്ല എന്നാണ് അയാൾ പറയുന്നത്. ഇനി എനിക്ക് കിണറിന്റെ പടവിൽ കിടന്നുറങ്ങാം, മോനെ വീഴെന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകാൻ എൻ്റെ അമ്മ അല്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഓരോന്നും ഇത് പാടില്ലെന്നാണ് പറയണത്. കാരണം അമ്മയുമായുള്ള ബന്ധത്തിൽ അവര് പറയണ മാതിരി ഇങ്ങനെ ജീവിക്കണതിന് ഒരു അർത്ഥമില്ല എന്ന് പറയണത്. അമ്മയും അച്ഛനും അവരുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി സെക്സിൽ ഏർപ്പെട്ടു, അതിന്റെ ഉപോൽപ്പന്നമായി നീ ജനിച്ചു, അതിനപ്പുറം അവരോട് എന്ത് കാര്യം എന്നുള്ളതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മന്റെയും അച്ഛന്റെയും മുഖത്ത് നോക്കി കയർക്കുന്ന മക്കൾ രൂപപ്പെടുന്നത്, അച്ഛനെയും അമ്മയെയും നിഷ്ഠൂരമായി അറത്തുകൊല്ലുന്നവർ രൂപപ്പെടുന്നത്. ഓൺലൈനിൽ നിന്ന് ആയുധം സ്വകാര്യമായി എങ്ങനെ വാങ്ങാമെന്ന ബോധവും വിജ്ഞാനവും അവനുണ്ട്. ആ ആയുധം ഉപയോഗിച്ച് പിഞ്ചോമനയാകുന്ന അനുജനെയും മാതാവിനെയും ഒക്കെ തല്ലിക്കൊല്ലാൻ സാധിക്കുന്ന മനുഷ്യക്കോലങ്ങൾ രൂപപ്പെടുന്നത്. മതത്തിന്റെ വിലക്കൊന്ന് മാറ്റി അങ്ങനെ സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള വൃത്തികെട്ടൊരു ലോകം രൂപപ്പെടുന്നതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുക. എന്നിട്ട് ശൈത്താന്മാർ ഊറിച്ചിരിക്കുക. അല്ലാതെ അവർ ലോകത്തിന് എന്ത് സംഭാവനയാണ് നൽകിയതെന്ന്. ദൈവവിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ട് മനുഷ്യർ ധർമ്മനിഷ്ഠരായി ജീവിക്കുന്നു. വലിയ സമ്പത്ത് അവർക്ക് വീണ് കിട്ടിയാൽ അതിന്റെ ഉടമയെ തിരിച്ചേൽപ്പിക്കുന്നു. ഒരു രൂപ പോലും അതിൽ നിന്ന് അവർ സ്വായത്താക്കാൻ ശ്രമിക്കില്ല. എന്തുകൊണ്ട്? റബ്ബ് കാണുന്നു എന്ന ബോധം അവരെ ധർമ്മനിഷ്ഠരാക്കുന്നു. റബ്ബില്ല എന്നുള്ള വിചാരത്തിന് വഴി യുക്തിവാദികളും മതനിഷേധികളും എന്താ ലോകത്തിന് സംഭാവന ചെയ്തത്? എന്തെങ്കിലും ഒരു പുരോഗതി സംഭാവന ചെയ്യണ്ടേ? മതം കൊണ്ടുണ്ടായ എന്തെങ്കിലും ഒരു തടസ്സം വിശദീകരിക്കാൻ കഴിയണ്ടേ? ശാസ്ത്രലോകത്ത് വല്ലഭന്മാരല്ലായിരുന്നോ മതവിശ്വാസികൾ? ഇപ്പോഴും ആധുനിക പഠനമല്ലേ? 250 സയന്റിസ്റ്റുകളെ വെച്ചിട്ട് അവരുടെ മതവിശ്വാസത്തെ കുറിച്ച് 90% എപ്പോഴും മതവിശ്വാസികളല്ലേ? മതം ഏത് രീതിയിലാണ് മനുഷ്യ പുരോഗതിക്ക് തടസ്സം നിന്നത്? എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിലല്ലേ മതം വിട്ടെറിഞ്ഞിട്ട് എങ്ങോട്ട് പോകേണ്ടത്? ഇറങ്ങൂ, ആടു, പാടൂ എന്ന് പറയേണ്ടത്? എന്തെങ്കിലും അവസരം കിട്ടുമ്പോഴേക്ക് കെട്ടിപ്പിടിക്കൂ എന്ന് പറയേണ്ടത്? മതം കൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റണ്ടേ? ഈ മതമാണ് ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിച്ചത്, നമുക്കറിയാം. ഞാൻ ഇനി അതൊന്നും വിശദീകരിക്കുന്നില്ല. കേംബ്രോയുടെ ഇസ്ലാമിന്റെ ചരിത്രപരമായ പങ്കൊന്ന് വായിച്ചാൽ മതി. ജവഹർലാൽ നെഹ്റുവിന്റെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ പേരങ്ങനെയാണ്. പണ്ടുള്ള ഇന്ത്യൻ ഭരണാധികാരികളൊക്കെ അങ്ങനെയായിരുന്നു, പണ്ഡിറ്റായി. അദ്ദേഹത്തിന്റെ വിശ്വചരിത്രാവലോകനം ഒന്ന് വായിച്ചാൽ മതി. ഏറ്റവും ലാസ്റ്റ് MP വീരേന്ദ്രകുമാറിന്റെ അനൂപസാക്ഷി എന്ന പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. മതം എന്ത് തടസ്സം ചെയ്തത് ലോകത്തിന്? ഈ പുരോഗതിയുടെ ഓരോ നിമിഷത്തിലും മതത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് മാറണം. എന്തിനാ റബ്ബിന് ആരാധന എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചെറിയ ആളുകളൊക്കെ, ചെറിയത് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായും വിജ്ഞാനമായും ചെറുപ്പുള്ള ആളുകളൊക്കെ അങ്ങനെ ആലോചിക്കുക, എന്താണ് ശരിയെന്നല്ലേ? പരമമായ അബദ്ധമാണ്, 1% പോലും ശരിയല്ല. റബ്ബിന് നമ്മൾ അങ്ങനത്തെ കുൽസിയാദീസുകളൊക്കെ ഉണ്ട്. എല്ലാ മനുഷ്യരും ചേർന്ന് അള്ളാഹുവിന് വിരുദ്ധരായി. റബ്ബിന് എന്തെങ്കിലും കുറവ് വരുമോ? ഇല്ല. എല്ലാവരും അള്ളാഹുവിനെ മാനിക്കുന്നവരും ആരാധിക്കുന്നവരുമായി റബ്ബിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കൂടുമോ? അതുമില്ല. പിന്നെ എന്തിനാ റബ്ബ് തായാല നമ്മളെ ഈ ആരാധന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, റബ്ബുമായുള്ള ബന്ധം നിലനിർത്താൻ. ഒന്ന്. രണ്ടാമതായി, ഇതൊരു പരീക്ഷണത്തിന്റെ ലോകമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ പരീക്ഷണത്തിൽ ആരാണ് നന്മ ചെയ്യുന്നത്, ആരാണ് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് റബ്ബ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് നൽകിയ ഒരു മാനദണ്ഡമാണ് ആരാധനകൾ. അപ്പൊ കൃത്യമായ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ? അവൻ റബ്ബിന്റെ കൽപ്പന മാനിച്ചു എന്ന് അതിന്റെ അർത്ഥം. അതുവഴിയുള്ള ആരോഗ്യ വിഷയങ്ങളൊന്നും നമ്മൾ തൽക്കാലം സംസാരിക്കണില്ല. അപ്പൊ മനുഷ്യരെ ലോകത്തേക്ക് കൊണ്ടുവന്ന റബ്ബ് താല പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനീ പരീക്ഷണം?
ഈ പരീക്ഷണം വിജയിക്കുന്നവർക്കാണ് പടച്ച റബ്ബ് സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യുന്നത്. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം നമ്മൾ ആലോചിക്കുക. അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത്, മരണവും അനന്തര ജീവിതവും റബ്ബ് സൃഷ്ടിച്ചു. എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. ആ മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടി ലോകത്തേക്ക് റബ്ബ് ധാര കൊണ്ടുവന്നു. എന്നിട്ട് പരീക്ഷണമായിട്ട് റബ്ബ് നൽകുകയാണ് ലോറസ്കാരം, അസറസ്കാരം, നിസ്കാരങ്ങൾ, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്. സത്യസന്ധമായി ജീവിക്കാൻ, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്. ഏതോ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോസ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മദ്രസ പഠിച്ച കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കരമായി ദേഷ്യം വരുന്നതാണ്. ഒന്നും റബ്ബേ, അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അത്രേ. നമ്മളൊന്ന് വിമർശനാത്മകമായി പരിശോധിക്കുക. മദ്രസ പഠിച്ച ഏത് കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത്. അയൽവാസിയെ മാനിക്കണം എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ? കളവ് പറയരുത്, ദേഷ്യം വരുന്നുണ്ടോ? സത്യസന്ധനായി ജീവിക്കണം, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, മാതാപിതാക്കളെ മാനിക്കണം, സഹോദരന്മാരോട് നല്ല നിലയിൽ വർത്തിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം, അന്യരുടെ ആരാധനാപാത്രങ്ങൾ അവഹേളിക്കരുത്, നമ്മുടെ സമ്പത്തിന്റെ തോതനുസരിച്ച് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം, നിർബന്ധമായും ഐച്ഛികമായും. നല്ല വസ്ത്രം ധരിക്കണം, മാന്യമായി ജീവിക്കണം, കുളിക്കണം, ഒരുങ്ങണം, ശുദ്ധി പാലിക്കണം, നന്നായിട്ട് പഠിക്കണം, അധ്വാനിക്കണം, ഒരിക്കലും നിഷ്ക്രിയനാവരുത്, എല്ലാവരെയും മാനിക്കണം. ഈ പ്രായം കൂടിയ ആളുകളോട് പ്രത്യേകമായി മമത കാണിക്കണം, പ്രായം കുറഞ്ഞ ആളുകളോട് കാരുണ്യം കാണിക്കണം, വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കണം, വിസർജനം നടത്തിയ ശൗചം ചെയ്യണം. ഇതിലേത് കേൾക്കുമ്പോഴൊക്കെ ദേഷ്യം വരുന്നത്? ഇതൊക്കെയല്ലേ മദ്രസ പഠിപ്പിച്ചത്? അതല്ലാതെ ഇതിന്റെ ഓപ്പോസിറ്റ് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചോ? അന്യനെ വെട്ടണം, കൊല്ലണം എന്ന് മദ്രസയിലുണ്ടോ? മോഷ്ടിക്കണം എന്ന് മദ്രസയിലുണ്ടോ? വ്യഭിചരിക്കരുത് എന്ന് മദ്രസയിലുണ്ട്. അതാ കേൾക്കുമ്പോഴേക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ തലത്തിലേക്ക് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോഷ്ടിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് മദ്രസ പഠിക്കുന്നത് വിഷമവും. ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. മോഷ്ടിക്കണമെന്ന് മനസ്സ് തോന്നുന്ന ഒരാൾക്ക് മോഷ്ടിക്കരുതെന്ന് മദ്രസ പഠിക്കുന്നതിനോട് പുച്ഛം തോന്നും. വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വ്യഭിചരിക്കാൻ പാടില്ലെന്ന് മദ്രസ പറഞ്ഞതിനോട് എതിരാവും, താല്പര്യക്കുറവുണ്ടാവും, കേൾക്കുമ്പോഴേക്ക് ദേഷ്യം വരും. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇസ്ലാം വിരുദ്ധരുടെ കയ്യടി നേടണം എന്നും കരുതിയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള വിമർശനം നടത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മദ്രസ പഠിക്കുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ദേഷ്യം വരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അസുഖത്തിന്റെ ഭാഗമാണ്. അള്ളാഹു പരീക്ഷണം നടത്തുന്നു. ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമ്മൾ ആരാധന ചെയ്യേണ്ടി വരുന്നു. കാരണം ആ ആരാധനയാണ് റബ്ബ് പരീക്ഷണത്തിന്റെ മാനദണ്ഡാക്കി വെച്ചത്. അതുകൊണ്ട് മനുഷ്യന് ഭൗതികമായി കുറെ ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് വിശദീകരിക്കുന്നില്ല. മനുഷ്യന് ആരോഗ്യപരമായി ഗുണങ്ങളുണ്ട്. നോമ്പെടുക്കുന്നത് കൊണ്ട് സാമൂഹികമായി കുറെ ഗുണങ്ങളുണ്ട്. കഅബയിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് കൊണ്ട് കുറെ വൈജ്ഞാനികവും മറ്റും സാംസ്കാരികവുമായ പുരോഗതികൾ ലഭ്യമാവാനുണ്ട്. ഇതൊന്നും ആഗ്രഹിച്ചല്ല വിശ്വാസി ഇബാദത്ത് ചെയ്യണത്. റബ്ബ് തആല അത് പറഞ്ഞു, റബ്ബ് തആല ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചു. അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നതിനപ്പുറം അവന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പൊ റബ്ബിന് ഇബാദത്തില്ലെങ്കിൽ എന്താ ജീവിക്കാൻ കഴിയൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തികെട്ട ചിന്ത നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ ഇவ்விதം മനുഷ്യൻ ജീവിക്കാൻ വേറെന്ത് പരിഹാരമുണ്ട് എന്നുള്ളത് കൂടെ വിശദീകരിക്കണം. മനുഷ്യൻ നല്ലവനായി ജീവിക്കാൻ വേറെന്ത് പരിഹാരമുണ്ട്? ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്ന അനുഷ്ഠിക്കലാണോ? ലോകം താറുമാറാകും. എന്റെ ശരിയല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരി, എന്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. പിന്നെ നമ്മുടെ ഭരണഘടനയൊക്കെ വെച്ചിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട് എന്നാണോ? ഭരണഘടനക്ക് ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് പറയാൻ പരിമിതിയുണ്ട്. പോലീസ് സംവിധാനങ്ങൾ കൊണ്ട് നീതി പാലിക്കുന്നതാണോ? CCTV ഉണ്ട്. CCTV നന്നായിട്ടുള്ളത് കൊണ്ട് ഒന്നിച്ചിരിക്കുന്ന ഒരാൾ, ഒരു 2-3 ആളുകൾ ചേർന്ന് ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അവർ അതിൽപ്പെട്ട ഒരുത്തനെ മറ്റുള്ളവർ ചേർന്ന് ആക്രമിക്കും എങ്കിൽ അത് CCTV വഴി കാണും. അങ്ങനെ പോലീസ് പിടിക്കും എന്ന് കരുതിയിട്ട് CCTV റെക്കോർഡാവെന്ന് കരുതിയിട്ട് ആളുകൾ അക്രമത്തിൽ നിന്നും വേണ്ടാത്ത ഇനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണോ? പോയത്തം പറയാണ്. CCTVയിൽ ആക്ഷൻ കാണും.
മൂന്നാലാൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ എങ്ങനെ കൊല്ലേണ്ടത് എന്നുള്ളതിനെ പറ്റി തീരുമാനം എടുക്കുന്നത് CCTVക്ക് കാണാൻ പറ്റില്ല. CCTVക്ക് അത് കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ നിന്ന് മാറിയിട്ട് വേണം വെട്ടാൻ എന്നുള്ളതിന്റെ തീരുമാനം എടുത്തൂടെ? അതുകൂടെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധത്തിലേക്ക് ഇവനെ കൊണ്ടുവരണം. റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിലേക്ക് ഇവനെ കൊണ്ടുവരണം. ഒരുത്തനോട് അസൂയ പാടില്ല, CCTVയിൽ അത് കൊടുക്കും. ഒരുത്തനോട് വിദ്വേഷം പാടില്ല, CCTVക്ക് വിദ്വേഷം കണക്കെടുക്കാൻ പറ്റുമോ? അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കളങ്കമില്ലാത്ത ഹൃദയം രൂപപ്പെടണമെങ്കിൽ മതവിശ്വാസിയായേ തീരൂ, യഥാർത്ഥ മതത്തിന്റെ ആളായേ തീരൂ. അതിനാണ് ഇബാദത്ത്. അല്ലാതെ ഇബാദത്തൊക്കെ അനുസരിച്ച് റബ്ബിന് ഇങ്ങനെ കനം കൂടുന്ന ആരെങ്കിലും തെറ്റിദ്ധരിച്ചോ? റബ്ബ് ഈ ദുന്യാവിന് പോലും ഒരു കൊതുകിന്റെ ചിറകിന്റെ മൂല്യം നൽകിയിട്ടില്ലെന്ന് ഖുദ്സിയായ ഹദീസ് വഴി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് ഇബാദത്തിന്റെ ലദ്ദത്ത് കിട്ടാത്തത്? ചില ആളുകളൊക്കെ അങ്ങനെ പറയും. എന്നിട്ട് ലദ്ദത്ത് കിട്ടാനാന്നും പറഞ്ഞിട്ട് വൃത്തികെട്ട ത്വരീഖത്ത് എന്നുള്ള പേരിലുള്ള ഈ ആധുനിക കൾട്ടുകളിൽ പോയിട്ട് അകപ്പെടും. അതൊരു ഒഴുക്ക് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒഴുക്ക് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തൊട്ടടുത്ത് ഏതോ ഒരു ആത്മീയ സംഘം എന്ന് പറയുന്ന ആളുകൾ വലിയ സംവിധാനങ്ങളും മഠമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റൊരിടത്ത് എല്ലാ മതവിശ്വാസികൾക്കും കയറി ആരാധന ചെയ്യാൻ പറ്റുന്നത് എന്നും പറഞ്ഞിട്ട് ഒരു കെട്ടിടവും അനുബന്ധ സംഗതികളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കെട്ടിടങ്ങളും ആശ്രമങ്ങളും ഇല്ലാത്തവരും പല ജാതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ മുദബ്ബിറുൽ ആലമിനെ കൊണ്ടും ഖുതുബുൽ അഖ്താബിനെ കൊണ്ടും കേരളത്തിൽ കൂടെ നടക്കാൻ പറ്റാതായിരിക്കുന്നത് ചവിട്ടിനോടത്തൊക്കെ വിറ്റങ്ങളാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. ക്ലീൻ ഷേവ് ചെയ്ത് കൂളിംഗ് ഗ്ലാസ് കണ്ണടൊക്കെ വെച്ചിട്ട് ഇത്രക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ വരിക, ആളിങ്ങനെ പാട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുക. ഈ പാട്ടെന്താണെന്നറിയ നിങ്ങള്? ഓറാണ് ഖുതുബുൽ അഖ്താബ്, ഓറാണ് മുദബ്ബിറുൽ ആലം. ഈ ആളാണല്ലോ ഈ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളാണല്ലോ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് പാട്ടിനനുസരിച്ച് ഇങ്ങനെ ആൽബത്തിൽ അഭിനയിക്കുക, അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. വേറെ കുറെ ചങ്ങാതിമാര് ചില ഔലിയാക്കൾ അങ്ങോട്ട് പറഞ്ഞു കയറ്റിയിട്ട് അർശിന്റെ അധിപൻ, ലോകം സൃഷ്ടിക്കണീന്റെ മുമ്പുള്ളയാൾ, ബദരീങ്ങൾക്ക് മൊത്തം സമായാണ്. എവിടെ കിടക്കുന്നവരുടെ ബോധം? എവിടെ കിടക്കുന്നു പടച്ച റബ്ബിലുള്ളവരുടെ വിശ്വാസം? ഖുർആനും ഹദീസും ഇസ്ലാമിക പ്രമാണങ്ങളും കാണുക പോലും ചെയ്യാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇത്തലത്തിലേക്ക് ഉയർത്തുക. പറഞ്ഞു 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 പറഞ്ഞ അവസാനം CM ആരാ പടച്ചോനാണോ ചോദിക്കണവരോട് നീ പറയേ അതെ അതെ ഞങ്ങളെ പടച്ചോൻ CM ആണെന്ന് അറിയണം. ഇസ്ലാമിൽ എന്ത് സ്ഥാന പിന്നോറ്റങ്ങൾക്കൊക്കെ ഉള്ളത്? മനുഷ്യനെ നശിപ്പിക്കാനുള്ള വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നു, ആത്മീയതയുടെ പേരിൽ പോലും. എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ച് മിൻ അജലി ദിക്രില്ലാഹി, ദിക്റിന്റെ കാരണത്താൽ ഹൃദയം കറുത്തു പോകുന്നവരെ കുറിച്ച് ഇമാം റാസി വിശദീകരിക്കുന്നുണ്ട്. ആന്ന് ദിക്റിന്റെ പേര് പറഞ്ഞ് ഹൃദയം കറുത്തു. എന്നിട്ട് ഈ കൽബിന്റെ രോഗങ്ങളൊക്കെ മാറാൻ നല്ല മുറബിയായ ഒരു ഷെയ്ഖ് ഇല്ലാതെ പറ്റൂല എന്ന് പറയാം. ലോകത്ത് കോടാനക്കോട് മനുഷ്യന്മാർ മരണപ്പെട്ടു പോയത് ഇവര് പറയുന്ന സംവിധാനമൊന്നും ഇല്ലാതെയാണ്. അവരൊക്കെ കൽബ് വിശുദ്ധല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പോട്ടെ, മുറബിയ ഷെയ്ഖ് നമ്മുടെ പോക്കറ്റിലുണ്ട് എന്നും പറഞ്ഞിട്ട് ലോകം നിയന്ത്രിക്കുന്നവർ, സാഹിബുൽ വഖത്ത്, ഖുതുബുസ്സമാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ പറയുന്നത് മൊത്തം വിദ്വേഷം, അസൂയ, കളവ്, പൊള്ള്, പ്രമാണങ്ങളുടെ ദുർവ്യാഖ്യാനം, വലിയ വലിയ പണ്ഡിതന്മാരെ ബൽസിക്കൽ, വൃത്തികെട്ടത് പറഞ്ഞുകൊണ്ടിരിക്കൽ, വിശുദ്ധമായ ഗ്രന്ഥങ്ങളെ കുറിച്ച് പോലും വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു മുസ്ലിം പറയാത്ത വിധം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് സ്പെഷ്യൽ മുദബ്ബിറുൽ ആലമുള്ള ആളുകൾ, ഖുതുബുൽ അഖ്താബുള്ള ആളുകൾ, സ്വന്തമായി മുറബിയായ ഷെയ്ഖുള്ള ആളുകൾ ഇത്തിരി പോലും ഹൃദയം നന്നായിട്ടില്ല എന്നർത്ഥം. ഇത്തിരി പോലും ഹൃദയം നന്നായിട്ടില്ല. ഒരു സാധാരണക്കാരൻ, അവന്റെ മനസ്സിൽ ആരോടും കളങ്കല്ലേ, വിദ്വേഷമല്ല, അസൂയല്ല, കിബറിന്റെ ഒരു തരിമ്പ് പോലും ഇല്ല. ഇവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയല്ല എന്നാണ് പറയുന്നത്. ഒരു വിഭാഗം മതവിരുദ്ധർ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ലിബറലിസം കടത്തി കൂട്ടിയിട്ട് വിശ്വാസവും കർമ്മങ്ങളെയും നശിപ്പിക്കാനുള്ള വ്യാപകമായ ശ്രമം നടത്തുക.
തക്ബീർ ചൊല്ലിയിട്ടും ബിസ്മി ചൊല്ലിയിട്ടും ഖുർആൻ ഓതിയിട്ടും ദുആ ചെയ്തിട്ടും സ്ഥാനാർത്ഥി നിർണയം നടത്തിയാലും വിജയം കിട്ടുമ്പോഴേക്ക് പരിസരം മറന്നിട്ട് ദീനീ വിരുദ്ധമായി ആടുക, പാടുക, ആലിംഗനം ചെയ്യുക, ആശ്ലേഷിക്കുക, കൈയൊടുക്കുക, ചേർന്ന് നിൽക്കുക, ഒരു വണ്ടിയിൽ തന്നെ തിക്കിത്തിരിക്കി അന്യ ആണും പെണ്ണും ഒന്നിച്ചു നിൽക്കുക. മതമെന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തെ അതിജയിക്കുന്നവർ മാത്രമാണ് പരലോകത്തെത്തുക. എല്ലാ സന്തോഷത്തിന്റെയും എല്ലാ സായുജ്യത്തിന്റെയും പറുദീസയാകുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക അവർ മാത്രമാണ്. അതിനാണ് റബ്ബ് തആല ഇബാദത്ത് പറയുന്നത്. അതിനാണ് റബ്ബ് തആല നമ്മൾ അനുസരണയുള്ളവരാവണമെന്ന് പറയുന്നത്. ഇതിന് വിരുദ്ധമായി ആരൊക്കെ പ്രവർത്തിക്കുന്നോ, എന്തൊക്കെ പ്രവൃത്തി നടത്തുന്നോ, അതിൻ്റെ എല്ലാം അനന്തരഫലം ഈ ദുന്യാവിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും. അതാണ് നമ്മുടെ സാംസ്കാരികമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും ഇന്ത്യക്ക് തന്നെ മാതൃകയായ കേരളം എന്ന കൊച്ചു സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ മറ്റ് വൃത്തികേടുകൾ സംഭവിക്കുന്നത്. അല്ലാഹുവിലേക്ക് മടങ്ങുക, സമ്പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കുക. നന്മകൾ ചെയ്യുന്നതിനു അപ്പുറം വേണ്ടെന്നല്ല, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഊർജ്ജസ്വലത നമ്മൾ നേടുക. അങ്ങനെ വരുമ്പോൾ റബ്ബുമായുള്ള ബന്ധം ദൃഢമാകും. അതോടൊപ്പം നമുക്ക് സമ്പൂർണ്ണമായി വിശ്വാസികളാവാനും സാധിക്കും. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബുമായി ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-15 കാരണങ്ങൾ വിസ്തരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിലാകാം. കേട്ടതും പറഞ്ഞതും സാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. പരിശുദ്ധ ദീന് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. ആരെയും ആക്ഷേപിക്കലോ എതിർക്കലോ നമ്മൾ ഒരു ശതമാനം പോലും വിചാരിച്ചിട്ടില്ല. റബ്ബിന്റെ ദീന് പറയാൻ നമ്മൾ മടി കാണിക്കുന്നിടത്ത് സമൂഹം പിന്നെയും പിന്നെയും പരാജയപ്പെട്ടു പോകുമെന്ന ബോധ്യമാണ് നമ്മളെങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. പടച്ച റബ്ബ് നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന വിശ്വാസികൾക്ക് പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷം പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.